Hi all, good morning. Welcome back to class 4. ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ 4th ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാനിതിലൊരു ഫ്ലവർ വരച്ചിട്ട് നന്നായിട്ട് ക്ലോത്തിൽ ക്യാൻവാസ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഇടുന്നത് ക്യാൻവാസ് അല്ല, ഫ്രെയിം ഇടുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ഫ്ലവർ ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്കൊരു കട്ട് പീസ് ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഞാനിപ്പോൾ ഈ പിക്ചർ ഫുള്ളായിട്ട് ഈ ഫ്രെയിമിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫ്രെയിം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തവണ ഇട്ടിട്ട് അങ്ങനെ തന്നെ പിക്ചർ പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെ കട്ട് പീസ്, ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ബാഗാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ മാത്രം കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്കിതിലെങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 3rd ക്ലാസ്സിൽ ഫില്ലിംഗ് ടെക്നിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫില്ല് ചെയ്തിട്ട് അത് ബോർഡർ ലൈൻസൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഓൾറെഡി ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കളേഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ്. എപ്പോഴും നിങ്ങൾ കളർ എടുക്കുന്ന സമയത്ത് പാലറ്റിൽ കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പം ഒരു ഓറഞ്ച് കളറാണ് നമ്മൾ ഇതിലിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓറഞ്ച് കളറ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രീ ഹാൻഡിൽ ഫ്ലവർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഫ്ലവറാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിലൊരു ഷെയ്ഡിങ് ചെയ്യുക, ഒരു ഫ്ലവർ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതിന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഷെയ്ഡിങ് ഇങ്ങനെ കളർ ചെയ്യണ സമയത്ത് ഇപ്പോൾ ഈ പെറ്റലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് കൊടുക്കണം. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷെയ്ഡിങ് എഫക്റ്റും നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വേറൊരു പെറ്റൽ, ഈ സൈഡിൽ വേറൊരു പെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ അടിക്കണ സമയത്ത് അത് മാഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഇത് ഹൈലൈറ്റ് ചെയ്യണ സമയത്ത് ആ ഒരു ലൈന് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും അതുപോലെ വേറെ 2 വീഡിയോസ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾ വരച്ച അതേപോലെ അതിൻ്റെ തന്നെ മുകളിൽ കൂടെ വരണം എന്നൊന്നുമില്ല. കുറച്ച് മാറിയാലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. കളേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റാവുന്നതാണ്. സോ അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ജസ്റ്റ് കളർ ഫില്ല് ചെയ്യാണ്. അപ്പോൾ അതൊന്നും പ്രോബ്ലം അല്ല. ലാസ്റ്റ് നമ്മൾ ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ലൈൻസൊക്കെ നമുക്ക് ഇവിടെ ഈ പെറ്റലിനൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും കളേഴ്സ് എടുക്കുന്ന സമയത്ത്, ബോട്ടിൽ നിന്ന് കളർ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം കളർ എടുക്കാനായിട്ട്. അതുപോലെ മാത്രമല്ല ഈ പാലറ്റിൽ കളറാക്കിയിട്ട് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷെയ്ഡിങ്ങും അതുപോലെയൊക്കെ ചെയ്യണ സമയത്ത്, നമ്മൾ കളർ മിക്സിംഗ് ഒക്കെ ചെയ്യണ സമയത്ത് പാലറ്റിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓറഞ്ച് കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഓറഞ്ച് കളറിൽ നമ്മൾ ഈ ബോർഡർ ലൈൻസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ വേറൊരു കളർ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഷെയ്ഡിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഓറഞ്ചും അതുപോലെ കുറച്ച് റെഡുമാണ് എടുക്കുന്നത്. അപ്പം ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ഓറഞ്ച് എടുത്തു. കുറച്ച് ഓറഞ്ച്, ഒരു 2 ഡ്രോപ്പ് ഓറഞ്ച്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് റെഡ്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെള്ളം അധികം യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ
വേറെ മീഡിയത്തിൽ ചെയ്യുന്നത് പോലെ അല്ല, ഫാബ്രിക്കിൽ അത് പരക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കുറച്ച് റെഡാണ് ഓറഞ്ചിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ഡ്രോപ്പ് ഓറഞ്ച് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് റെഡാണ് എടുത്തിരിക്കുന്നത്. റെഡ് എന്ന് പറയുന്നത് ക്രിംസൺ റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം വേറൊരു ഷെയ്ഡാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പിക്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ബോർഡർ ലൈൻ കൊടുക്കുകയാണ്. ഒരിക്കലും വെള്ളം കൂടി പോകരുത്. ജസ്റ്റ് ഒരു പിഞ്ച് വെള്ളമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരന്നു പോകും, സ്പ്രെഡാവും. ക്ലോത്തിൽ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡാവും. ഈ രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബ്രഷാണോ ഇതിന് വരയ്ക്കാനായിട്ട് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ആ ബ്രഷ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്പർ 6 റൗണ്ട് ബ്രഷാണ്. ഇപ്പോൾ ഇത്ര തിക്നെസ് താല്പര്യമില്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞതും എടുക്കാം. ഇപ്പോൾ ഈ ലൈൻസൊക്കെ ഇടുന്ന സമയത്ത് ഫില്ലിങ്ങിന് കുറച്ച് തിക്കായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാണ്. റെഡ് വിത്ത് ഓറഞ്ച്. റെഡ് എന്ന് പറയുന്നത് ക്രിംസൺ റെഡാണ്, അങ്ങനെയാണ് കളർ വരുന്നത്. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ മെറ്റീരിയൽ ഒരു ഖാദി കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മുകളിലുള്ള ചെറിയൊരു ഖാദി കോട്ടൺ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു മെറ്റീരിയൽ ഇങ്ങനെ തിക്കായ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലെയിൻ മെറ്റീരിയലിനെക്കാട്ടും കുറച്ചൊരു ഡിഫറൻസ് തോന്നുന്നത്. പ്ലെയിൻ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വേറെ ലുക്കായിരിക്കും. എനിക്കിപ്പോൾ ഇങ്ങനത്തെയാണ് ഇപ്പോൾ ആവശ്യം, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഫില്ലിങ് മീൻസ് ഈ ബോർഡർ ലൈൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതേ കളർ വെച്ചിട്ട് ബ്രഷ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക. ബ്രഷ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഈ കളറ് ഡ്രൈ ആവണതിന് മുമ്പ് തന്നെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ആ ഒരു ഷെയ്ഡിങ് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ഷെയ്ഡിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ആക്കി കൊടുക്കുക. അഥവാ ഇപ്പം നമ്മളിങ്ങനെ ആക്കണ സമയത്ത് ആ ബോർഡർ ലൈൻസ് നന്നായിട്ട് സ്പ്രെഡായി മാഞ്ഞു പോയി എന്നാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. കളറ് ഇപ്പോൾ അഥവാ നമ്മൾ ഷെയ്ഡിങ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് വേണം എന്നാണെങ്കിൽ കളറിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡിങ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യണത്. ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഫസ്റ്റിൽ ഫില്ലിങ് പോലെയല്ല, ഇത് വേറൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. എല്ലാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോ വരുള്ളൂ. അപ്പോൾ വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. റഫ് ക്ലോത്ത് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പഴയ സെറ്റ് മുണ്ടോ പഴയ സെറ്റ് സാരിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്താലും മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് യൂസാക്കി മാറ്റും. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് ക്ലോത്ത് വാങ്ങിച്ച് ചെയ്യണം എന്നൊന്നുമില്ല പ്രാക്ടീസിന്. വീട്ടിലങ്ങനെയുള്ള പഴയ ഏതെങ്കിലും മെറ്റീരിയൽ, വൈറ്റ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലോ അങ്ങനെ ഏതെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ലൈൻസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു ഫ്ലവർ ചെയ്ത് നോക്കാം.
ഇനി നമുക്ക് ഒരു ഡാർക്ക് പിങ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡാർക്ക് പിങ്കിൻ്റെ കൂടെ നമുക്ക് വേറൊരു കളർ മിക്സ് ചെയ്തിട്ട് ഈ ഔട്ട്ലൈൻ ചെയ്തും കൊടുക്കാം. അപ്പോൾ ഡാർക്ക് പിങ്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഡാർക്ക് പിങ്ക് എടുക്കുക. അപ്പോൾ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അതിനുശേഷം കളറ് നമ്മൾ പാലറ്റിലാണ് എടുക്കുന്നതെങ്കിൽ പാലറ്റിലേക്ക് കുറച്ച് കളർ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ പിങ്ക്, ഡാർക്ക് പിങ്കാണ് ഇത്. നമ്മൾ ഫാബ്രിക് കളേഴ്സിൻ്റെ ആ ഒരു 10 കളേഴ്സ് ഉള്ള ബോക്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഡാർക്ക് പിങ്ക്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് താഴോട്ട് തന്നെ പെയിൻറ്റിങ് ഫില്ലിങ് കൊടുക്കുകയാണ്. ഫാബ്രിക്കിലോട്ട് നമ്മൾ പെയിൻറ്റ് എപ്പോഴും ചെയ്യണ സമയത്ത് നമ്മൾ പേപ്പറിലോ ക്യാൻവാസിലോ ചെയ്യുന്ന പോലെ അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത് പരന്ന് കളർ സ്പ്രെഡാവും. നമുക്ക് ഫ്രീ ഹാൻഡിൽ എന്തെങ്കിലും ചെറിയ പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇതിൽ പിങ്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് എങ്ങനെയാണ് നമ്മൾ വേറെ ലൈൻസ് കൊടുക്കാനായിട്ട് എങ്ങനെയാണ് കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഫ്ലവറും പിങ്ക് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സ്ട്രെച്ചിൽ നമുക്ക് ആ ജോലി കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. തുണി നന്നായിട്ട് അയൺ ചെയ്യണം, അല്ലെങ്കിൽ ചുളുക്ക് വരും. നമുക്കത് അവിടെ ആ ഒരു ഫ്ലോ കിട്ടില്ല. നമ്മൾ പെയിൻറ്റിങ് ചെയ്യണ സമയത്ത് ചുളിവുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല. അതുകൊണ്ടാണ് പറയണത് ഇത് അയൺ ചെയ്തിട്ട് തന്നെ, ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യണതിന് മുമ്പ് അയൺ ചെയ്തിട്ട് വേണം. നനച്ചിട്ട ക്ലോത്ത് ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് അയൺ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ചുളുക്കൊക്കെ നിവർന്ന് നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് കിട്ടുള്ളൂ. നമ്മൾ വലിയ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണ സമയത്ത്, അതായത് സാരിയിലൊക്കെ 5.5 മീറ്റർ സാരി ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ചെയ്യുമ്പം ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനായിട്ടുള്ള ആ ഒരു ഫ്രെയിം ഉണ്ട്. നീളത്തിൽ ഇങ്ങനെ പിടിച്ച് സാരീനെ ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യണ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ ക്യാൻവാസ് നല്ല സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ 2 ഡ്രോപ്പ് ഓഫ് പിങ്കാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ, അതായത് വളരെ കുറച്ച് മാത്രം ബ്ലൂ. ഇതിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറ് ഈ 10 ബോക്സിൻ്റെ പാക്കറ്റിലുള്ള ബ്ലൂ ആണ്, അൾട്രാ മറൈൻ ബ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് ബ്ലൂ ആണോ അവൈലബിൾ അതെടുക്കാം. പേർഷ്യൻ ബ്ലൂ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇത്ര മാത്രമേ ഞാൻ ഇതെടുക്കുന്നുള്ളൂ, ബ്ലൂ. ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്, 2 ഡ്രോപ്പ് ഈ പിങ്കിൻ്റെ കൂടെ. അപ്പോൾ 2 ഡ്രോപ്പ് പിങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ 2 ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് അത്രയും മതി നമുക്ക്. അപ്പോൾ എന്നിട്ട് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ബ്ലൂവും പിങ്കും ഒരു വയലറ്റ് ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട്. ചെറുതായിട്ടാണ് ബ്ലൂ ആഡ് ചെയ്തിട്ടുള്ളൂ.
എന്നിട്ട് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഈ ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് എടുക്കുക. എന്നിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിൻ ബ്രഷ് എടുക്കാം, അതായത് നമ്പർ സൈസ് ഇതിൽ കുറഞ്ഞ ബ്രഷ് എടുക്കാം. എനിക്കിപ്പോൾ ഇതാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഷെയ്ഡിങ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിൻ ബ്രഷാണ് ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു ഷെയ്ഡിങ് കൊടുക്കുന്നതിന് കൂടുതൽ കംഫർട്ടബിൾ അതായിരിക്കും. കണ്ടോ, ഇങ്ങനെ ചെയ്യാൻ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു ഷെയ്ഡിങ്. അപ്പോൾ ചെറിയ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾക്ക് ചെറിയ ബ്രഷ് എടുത്ത് ചെയ്യണ സമയത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഷെയ്ഡിങ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ബൈ പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത്, അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്കിതെല്ലാം ചെറിയ കുട്ടികൾക്ക് പോലും പറ്റുന്ന രീതിയിലുള്ള മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലത്തെ പൂക്കളൊക്കെ നമുക്ക് നമ്മുടെ കുർത്തിയിലും ഫ്രോക്കിലും കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വിഷുവിനൊക്കെ നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണ സമയത്ത് ഇപ്പോൾ നമ്മുടെ കേരള കസവ് സാരിയോ അല്ലെങ്കിൽ പാവാട ബ്ലൗസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലവറൊക്കെ വരച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വളരെ പതുക്കെ ടൈം എടുത്തിട്ട് ചെയ്യുക, ഹറിബറിയൊന്നും വേണ്ട. അപ്പം ഞാനിപ്പോൾ ഇത് വരച്ച് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിലും ഇതിൽ ഇപ്പം ഈ ലൈൻസ് ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പെൻസിൽ വെച്ച് വരച്ചതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അത്രയും കോട്ട് കൊടുക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു കോട്ടാണ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടാണെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ 2 ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ഇത് ഓറഞ്ച്, പിന്നെ ലൈൻസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഓറഞ്ച് വിത്ത് റെഡ്, ഇത് ഡാർക്ക് പിങ്ക്, ലൈൻസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റായിട്ട് ബ്ലൂ ചേർത്തിട്ടുണ്ട്. അൾട്രാ മെറൈൻ ബ്ലൂ ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലീവ്സ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ലീവ്സിനായിട്ട് നമ്മൾ കളറ് നമുക്ക് 2 കളറുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഗ്രീനും അവൈലബിൾ ആണ്, സാപ്പ് ഗ്രീനും അവൈലബിൾ ആണ്. നമുക്ക് 2 കളർ വെച്ചിട്ടും എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. കളർ ഇപ്പോൾ ഒരുപാട് തിക്കാണെങ്കിൽ ചില ബോട്ടിലിൽ കളേഴ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കായിട്ട് കാണാറുണ്ട്.
അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം, ലൈറ്റായിട്ട് വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട്. അത് മാത്രമല്ല ഈ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് തിക്കായിട്ടുള്ളതാണെങ്കിൽ ലൈൻസ് ഇടുന്ന സമയത്ത്, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ലൈൻസ് ഇടുന്ന സമയത്ത് നല്ല തിന്നായിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പെയിൻറ്റ് എക്സ്ട്രാ ഉള്ളത് ബ്രഷിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇവിടെ തിൻ ലൈനാണ്, എൻ്റെ ബ്രഷിൽ കൂടുതൽ പെയിൻ്റ് ഉള്ളത് കാരണം ഇവിടെ തിക്കായിട്ടുള്ള ഒരു ലൈന് ഫോമായി. അപ്പോൾ അതാണ്, ഈ ബ്രഷ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം പെയിൻ്റ് എടുക്കാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇതിൽ ലൈറ്റ് ഗ്രീന് നന്നായിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ചെറുതായിട്ടൊരു ഷെയ്ഡിങ് കൊടുക്കണം എന്നാണെങ്കിൽ യെല്ലോ എടുക്കാം. യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കളേഴ്സ് ഇപ്പോൾ ലെമൺ യെല്ലോ ആണ് ഉള്ളത് കിറ്റിൽ. ആ ലെമൺ യെല്ലോ എടുത്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. കളർ ഡ്രൈ ആവണതിന് മുമ്പ് തന്നെ ഈ ഷെയ്ഡിങ് ചെയ്യണം, എന്നാൽ മാത്രമാണ് കളറ് നന്നായിട്ട് ബ്ലെൻഡ് ആവുള്ളൂ. അല്ലെങ്കിൽ കളറ് ആ ഒരു ഷെയ്ഡിങ് പ്രോപ്പറായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡാർക്ക് ഗ്രീൻ, അതായത് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുക്കണത്. ജസ്റ്റ് കളർ എടുക്കുക, വരച്ചിരിക്കുന്ന അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡിങ് ചെയ്യണം എന്നുള്ള സ്ഥലത്ത് മാത്രം ആ യെല്ലോ എടുക്കുക. ലെമൺ യെല്ലോ എടുത്തിട്ട്, ലെമൺ യെല്ലോ കളറാണ് നമുക്ക് കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലെമൺ യെല്ലോ എടുത്തിട്ട് ലൈറ്റായിട്ട് എവിടെയാണോ ഷെയ്ഡിങ് വേണ്ടത് അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷെയ്ഡിങ് ഇപ്പോൾ അധികമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ അവിടെ ഒന്ന് ആ ഗ്രീന് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് ആ ഒരു കളർ ചേഞ്ച്, നല്ല ഷെയ്ഡിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് വാഷ് ചെയ്ത് തുടയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ആ ഫ്ലോ കറക്റ്റായിട്ട് വരുള്ളൂ. ബ്രഷിൽ വെള്ളം ഉണ്ടെങ്കിലും ഈ ക്ലോത്തിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് എങ്ങനെയാണ് ലീഫ് വരയ്ക്കുന്നതെന്ന് കണ്ടു. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ലീഫാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ, ജസ്റ്റ് ഒരു സ്ട്രോക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫിൻ്റെ
ലീഫാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ലീഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈറ്റ് ഗ്രീനിന് പകരം നമുക്ക് സാപ്പ് ഗ്രീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമുക്ക് സാപ്പ് ഗ്രീൻ കൊടുത്ത് നോക്കാം. സാപ്പ് ഗ്രീൻ എങ്ങനെയാണ് സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ചെയ്യണമെന്ന് നോക്കാം. ഈ തണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനൽ ലുക്ക് നമുക്ക് വരും. നമ്മൾ റിയൽ തണ്ട് എങ്ങനെയാണോ അതുപോലെ ഒരു ലുക്ക് വരും. ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വരച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഇവിടെ എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ വരച്ചൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യണ സമയത്ത് ആ ഒരു ടച്ചിൽ തന്നെ അത് വന്നു പോണതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കാണ്. ഇത് ചെക്ക് ചെയ്ത് നോക്കും. ഒന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കണ സമയത്ത് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് കട്ടി കൂടുതലായി തണ്ടിൻ്റെ എന്നാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റിയാൽ മതി. എല്ലാവിടെയും ഈക്വലായിട്ട്, അതായത് ഒന്നിങ്ങനെ ബ്രഷ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, ഇവിടെ ഒരു ലീഫുണ്ട്. ഇനി ഈ ലീഫിൽ എങ്ങനെയാണ് ഒരു ഗോൾഡൻ യെല്ലോ മിക്സ് ചെയ്തിട്ട് ഷെയ്ഡിങ് കൊടുക്കണമെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് സാപ്പ് ഗ്രീൻ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ എന്ന് പറഞ്ഞിട്ട് ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കളറുണ്ട്. ഗോൾഡൻ യെല്ലോ അല്ല, ക്രോം യെല്ലോ. അപ്പോൾ ആ ക്രോം യെല്ലോ കുറച്ച് എടുത്തിട്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അധികം വന്നില്ലേ, അതിങ്ങനെ ഈ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രഷ് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡിങ് നല്ല രീതിയിൽ വരും. ഓക്കെ, ഇവിടെയും ചെറുതായിട്ട് നമ്മളൊരു യെല്ലോ ചെറുതായിട്ട് ജസ്റ്റ് ഒരു പിഞ്ച്, എന്നിട്ട് ആ ഇങ്ങനെ നമ്മൾ ലൈന് വരയ്ക്കുമ്പോൾ നിറയെ യെല്ലോ വരും. അതിനിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഫ്ലവേഴ്സും വരച്ച് കാണിച്ചിട്ടുണ്ട്, 2 കളറിലുള്ളത്. അതുപോലെ 2 കളറിലുള്ള തണ്ടും അത് ലീവ്സും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഫ്ലോ കറക്റ്റായിട്ട് ഈ ഒരു ബ്രഷ് പിടിക്കുന്നതും അതുപോലെ ചെയ്യുമ്പോൾ ഉള്ള ഫ്ലോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉള്ളത്. ഞാനിവിടെ ഒന്ന് അഡീഷണലായിട്ട് കൊടുത്തതാണ്. ഇതൊക്കെ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിച്ച് തരാം. അപ്പോൾ എൻ്റെ ഈ കംപ്ലീറ്റ് പിക്ചർ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴത്തേക്കും എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വരയ്ക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.